ഒരു ചെറിയ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മായിയും ഉമ്മച്ചിയും കൂടെ കൂടിയിട്ട് ചിപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വാഴയ്ക്ക പൊളിക്കുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് അങ്ങനെ പറ്റില്ല. ഞാൻ വന്നപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ആൾ വെള്ളത്തിൽ കറയൊക്കെ പോകാനായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്ന് രാവിലെ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ കരിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ കുറേ വെള്ളമൊക്കെ വെച്ചിട്ട് അതിലങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ കറയൊക്കെ പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ അരിയാനായിട്ട് അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. കടയിൽ പണ്ട് വാങ്ങിയ ഒരു സ്ലൈസിംഗ് ബ്ലേഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ മൂർച്ചയൊക്കെ ആകെ പോയതുകൊണ്ട് തന്നെ പിന്നെ ഞാനും അമ്മായിയും നമ്മുടെ കത്തിപ്രയോഗം തന്നെയായിരുന്നു അങ്ങോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അരിഞ്ഞെടുക്കും, ഉമ്മച്ചാണെങ്കിൽ ഒരു സൈഡിൽ അങ്ങനെ വറുത്ത് കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്തതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ആ ഒരു വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ കാരണം നമ്മളാണെങ്കിൽ അടുപ്പത്തായിരുന്നു എല്ലാം വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അടുപ്പത്താകുമ്പോഴേക്കും പിന്നെ ചൂട് മാത്രമല്ല കേട്ടോ, സമയം ഒരുപാട് വേണം. അങ്ങനെ നമ്മളൊരു 4 മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം ഒരു 11 മണി വരെയൊക്കെ അങ്ങോട്ട് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇറങ്ങി, ഞാനും അച്ഛനും അമ്മയും അങ്ങോട്ട് കൂടിയിട്ടിരുന്നായിരുന്നു കേട്ടോ. ബാക്കി മൊത്തം അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ വറുത്താലേ എന്ന് വരെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് കേടായി പോയാൽ അതൊരു സങ്കടമായി പോട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിൽ അങ്ങനെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും അമ്മക്കും ഏകദേശം ഉറക്കം വരുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ ഒരാൾക്ക് തീരെ അങ്ങോട്ട് ഉറക്കമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ എല്ലാം വറുത്തവർ ഈ ഒരു ബോക്സിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.